അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഫിസിക്സ് അല്ലെങ്കിൽ ഓട്ടിയന്ത്രത്തിലെ ആദ്യത്തെ പാഠത്തിന് കുറച്ച് ഭാഗം പഠിച്ചു. ഇനി അതിന്റെ ബാക്കി ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യ ഭാഗം നിങ്ങൾ നന്നായി പഠിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യത്തെ ഭാഗം നമ്മൾ എന്താ പഠിച്ച ആദ്യത്തെ ചാപ്റ്റർ എന്തായിരുന്നു? ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ദ്രവബലങ്ങൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആദ്യം കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചത് എന്താ? ഫ്ലൂയിഡ്സ് എന്താന്ന് പഠിച്ചു, അല്ലെങ്കിൽ ദ്രവങ്ങൾ എന്താന്ന് പഠിച്ചു. പിന്നെ എന്താ പഠിച്ചേ? പ്ലവക്ഷമ ബലത്തെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ ബോയൻസി എന്ന ഫോഴ്സിനെ കുറിച്ച് പഠിച്ചു. ആ ഫോഴ്സ് എങ്ങനെ ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? അതെങ്ങനെ മെഷർ ചെയ്യാമെന്ന് പഠിച്ചു. പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സ് നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? എയറിലെ വെയിറ്റ്, എന്നിട്ട് പിന്നെ എന്തിലെ വെയിറ്റും കൂടെ നോക്കണം? വാട്ടറിലെ വെയിറ്റ്, ഏത് ലിക്വിഡിലാണോ നമ്മൾ വെക്കുന്നത് അതിനകത്ത് വെയിറ്റും കൂടെ നോക്കി അവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ആ ഫോഴ്സ് കിട്ടും. അങ്ങനെയാണ് നമ്മളത് മെഷർ ചെയ്തത്. മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് എഴുതുമ്പോൾ എന്താണെന്ന് പഠിച്ചു? ന്യൂട്ടൺ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ N ആണ് ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സിനെ കാണിക്കാൻ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം ഘടകങ്ങളാണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്നത്. എന്തെല്ലാം ഫാക്ടേഴ്സ് മാറുന്നതിനനുസരിച്ച് ഈ ഫോഴ്സ് അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സ് ചേഞ്ച് ചെയ്യും, മാറും എന്നാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ബോയൻസി. ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, എന്തെല്ലാം ഘടകങ്ങളാണ്? അത് നമുക്ക് എക്സ്പെരിമെന്റ്, നമുക്കറിയാലോ ഊർജ്ജതന്ത്രം അല്ലെങ്കിൽ ഫിസിക്സിൽ നമ്മൾ എക്സ്പെരിമെന്റ് ഉപയോഗിച്ചാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പം അതിനായി നമുക്കൊരു എക്സ്പെരിമെന്റ് ആണ് ഫസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ആദ്യം 3 ബീക്കർ എടുക്കാം. 3 ബീക്കറിൽ 3 വ്യത്യസ്ത ലിക്വിഡുകളാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഉപയോഗിക്കുന്ന വാട്ടർ, അടുത്ത ബീക്കറിൽ സലൈൻ വാട്ടർ, അതിന്റെ അടുത്ത ബീക്കറിൽ കെറോസിൻ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിന്റെ പടം നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് എടുത്ത് നോക്കുക. അങ്ങനെ 3 ബീക്കറിൽ 3 വ്യത്യസ്ത ലിക്വിഡുകളാണ് എടുക്കുന്നത്. വാട്ടർ എടുത്തു, കെറോസിൻ എടുത്തു, സലൈൻ വാട്ടർ എടുത്തു. വാട്ടർ, കെറോസിൻ, സലൈൻ വാട്ടർ. എന്തൊക്കെയാണ്? വാട്ടർ, കെറോസിൻ, സലൈൻ വാട്ടർ. ഇങ്ങനെ വ്യത്യസ്ത ബീക്കറുകളിലാണ് എടുക്കുന്നത്. ഈ 3 വ്യത്യസ്ത ബീക്കറുകളിലും ഈ 3 സാധനങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റ് എടുത്തു. ഞാനൊരു സ്റ്റോൺ എടുക്കുന്നതിന് ഇപ്പം ആ സ്റ്റോണിന്റെ വെയിറ്റ് എന്തുപയോഗിച്ച് നോക്കുക ചെയ്യുന്നത്? ഒരു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച്. ഇതിനു മുമ്പ് ഏത് എക്സ്പെരിമെന്റിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിരുന്നത്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചാണ് വെയിറ്റ് നോക്കിയത്. ഒരു സ്റ്റോൺ എടുത്തു, ആ സ്റ്റോണിന്റെ വെയിറ്റ് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഞാൻ നോക്കി. എവിടെ വെച്ച് നോക്കി? എയറിൽ വെച്ച് അല്ലെങ്കിൽ വായുവിൽ ആ എടുക്കുന്ന വസ്തുവിന്റെ ഭാരം സ്പ്രിംഗ് ബാലൻസ് വെച്ച് ഞാൻ നോക്കും. വായുവിൽ ആ വസ്തുവിന്റെ ഭാരം എനിക്ക് ഒരു 1 ന്യൂട്ടൺ കിട്ടിയെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. 1 ന്യൂട്ടൺ എനിക്ക് വായുവിൽ ആ വസ്തുവിന്റെ ഭാരം കിട്ടി. അത് കഴിഞ്ഞ് അതേ വസ്തു തന്നെ അല്ലെങ്കിൽ അതേ ഒബ്ജക്റ്റ് തന്നെ ഈ ഡിഫറെന്റ് ലിക്വിഡിൽ വാട്ടർ ഉണ്ട്, കെറോസിൻ ഉണ്ട്, സലൈൻ വാട്ടർ ഉണ്ട്. ഈ ഓരോ ലിക്വിഡിലും ഞാൻ നോക്കുവാണ്. ഈ അതേ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് തന്നെ ഈ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് ഈ ഡിഫറെന്റ് ലിക്വിഡിൽ നമ്മൾ നോക്കണം. ഈ ഡിഫറെന്റ് ലിക്വിഡിൽ എന്ത് നോക്കണം? 3ന്റെയും വെയിറ്റ് നോക്കണം. വാട്ടറിൽ നോക്കാം, സലൈൻ വാട്ടറിൽ നോക്കാം, കെറോസിനിൽ നോക്കാം. എന്തിലൊക്കെ? ജലത്തില്, ഉപ്പുവെള്ളത്തില്, മണ്ണെണ്ണയില്. ഇതില് വെയിറ്റ് നോക്കാം. ആദ്യം കല്ലാണ് ഉപയോഗിച്ചേക്കുന്നത്. കല്ല് ഉപയോഗിച്ചാണ് ആദ്യത്തെ വെയിറ്റ് നോക്കിയിരിക്കുന്നത്. എയറിലെ വെയിറ്റ് അല്ലെങ്കിൽ വായുവിലെ വെയിറ്റ് ആണ് എനിക്ക് എന്ത് കിട്ടിയത്? 1 ന്യൂട്ടൺ കിട്ടിയത്. അത് കഴിഞ്ഞ് വാട്ടറിലെ വെയിറ്റ് ഞാൻ നോക്കി. വാട്ടറിലെ വെയിറ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് 0.65 ന്യൂട്ടൺ കിട്ടിയത് സങ്കല്പിക്കുക. 0.65 ന്യൂട്ടൺ. ഇത് എക്സ്പെരിമെന്റ് ആണ്, ചെയ്ത് നോക്കി കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ കിട്ടിയതായി സങ്കല്പിക്കുക. 0.65 ന്യൂട്ടൺ കിട്ടി. ഏതില്? വാട്ടറിൽ അല്ലെങ്കിൽ ജലത്തിൽ. ശുദ്ധജലമാണേ. അതിനുശേഷം ഏതിൽ നോക്കി? മണ്ണെണ്ണയിൽ നോക്കി. കെറോസിനിൽ ഇതേ ഒബ്ജക്റ്റ് തന്നെ ഇമേജ് ചെയ്ത് അതിനകത്തുള്ള ആ ലിക്വിഡിനകത്തുള്ള നമ്മൾ ഉപയോഗിച്ച ഒബ്ജക്റ്റിന്റെ വെയിറ്റ് നോക്കി. ഒരേ ഒബ്ജക്റ്റ് തന്നെ വേണം നോക്കാൻ. ആദ്യം എടുത്ത ഒബ്ജക്റ്റ് ആണ്, അതിനകത്ത് വെയിറ്റ് നോക്കിയപ്പോൾ 0.75 ന്യൂട്ടൺ കിട്ടിയിരിക്കും. 0.75 ന്യൂട്ടൺ വെയിറ്റ് കിട്ടി. നെക്സ്റ്റ് സലൈൻ വാട്ടറിൽ നോക്കി. സലൈൻ വാട്ടർ എന്ന് വെച്ചാൽ ഉപ്പുവെള്ളം. ഉപ്പുവെള്ളത്തിൽ ഞാൻ നോക്കുവാണ് ഇതിന്റെ വെയിറ്റ്. ഉപ്പുവെള്ളത്തിൽ എനിക്ക് വെയിറ്റ് 0.5 ന്യൂട്ടൺ കിട്ടി. അപ്പം 3 ലിക്വിഡ്സിലാണ് ഞാൻ നോക്കിയത്. ആദ്യം എനിക്ക് എയറിൽ വെയിറ്റ് 1 ന്യൂട്ടൺ കിട്ടി. അതേ ഒബ്ജക്റ്റ് തന്നെ വാട്ടറിൽ നോക്കിയപ്പോൾ 0.65 ന്യൂട്ടൺ കിട്ടിയുള്ളൂ. കെറോസിനിൽ നോക്കിയപ്പോൾ 0.75 ന്യൂട്ടൺ കിട്ടി. സലൈൻ വാട്ടറിൽ നോക്കിയപ്പോൾ 0.5 ന്യൂട്ടൺ കിട്ടി. 3 ലിക്വിഡിലും എന്താ പറ്റിയത്? ഒബ്ജക്റ്റിന്റെ വെയിറ്റിന് വ്യത്യാസം വന്നു. എന്തായിരിക്കും അതിന് കാരണം? ബോയൻസി ആയിരിക്കും അതിന് കാരണം. ഇനി നമ്മൾ അതിനെ കണ്ടുപിടിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യാസം വന്നത്, എന്തുകൊണ്ടാണ് ഇത്ര വെയിറ്റിലുള്ള വേരിയേഷൻ വന്നത്. അതിനായി എന്താണ് കണ്ടുപിടിക്കുന്നത്? അവിടെ ഉണ്ടായ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ബോയൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എയറിലെ വെയിറ്റ് മൈനസ് ലിക്വിഡിലെ വെയിറ്റ്. ഏത് ലിക്വിഡിലാണോ വെച്ചേക്കുന്നത് ആ ലിക്വിഡിലെ വെയിറ്റ്. അപ്പോൾ നമുക്കത് മെഷർ ചെയ്യുന്ന നോക്കാം. 3 ലിക്വിഡിലുമുള്ള
ഓരോന്നിന്റെയും വെയിറ്റ് ആണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ എയറിലുള്ള വെയിറ്റ് 1 ന്യൂട്ടൺ ആണ്. അതിൽ നിന്ന് മൈനസ് ചെയ്യുകയാണ്. മൈനസ് ചെയ്യുമ്പോൾ 3-നകത്തെ ലോസ് ഓഫ് വെയിറ്റ് അല്ലെങ്കിൽ ബോയൻസി എന്ന ഫോഴ്സ് നമുക്ക് ഇവിടെ ലഭിക്കും. ആദ്യത്തെ ഞാൻ W1 എന്ന് കൊടുത്തേക്കുന്നത്, എന്ന് വെച്ചാൽ വാട്ടറിലുള്ളതിന്റെ ബോയൻസി ഫോഴ്സിനാണ് ഞാൻ ഇത് കൊടുത്തേക്കുന്നത്, W1 എന്ന് കൊടുത്തേക്കുന്നത്, മനസ്സിലാകാൻ വേണ്ടി. ഫസ്റ്റ് ലിക്വിഡ്. സെക്കൻഡ് ലിക്വിഡ് കെറോസിൻ അല്ലെങ്കിൽ മണ്ണെണ്ണ, അതിനകത്ത് ബോയൻസി ചെയ്യുന്ന ഫോഴ്സിന് ഞാൻ എന്ത് കൊടുത്തേക്കുന്നു, W2 എന്ന് കൊടുത്തേക്കുന്നു. അടുത്തത് W3, ഏത് സലൈൻ വാട്ടറിന് W3 എന്ന് കൊടുത്തു. അന്നേരം ഫസ്റ്റ് W1 എന്ന് കൊടുത്തു വാട്ടറിന്, സെക്കൻഡ് കെറോസിന് W2 എന്ന് കൊടുത്തു, സലൈൻ വാട്ടർ അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിന് W3 എന്ന് കൊടുത്തു. ഇത് മൂന്നിന്റെയും എന്താ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ബോയൻസി, അവിടെ ആക്ട് ചെയ്ത ഫോഴ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. പ്ലവക്ഷമ ബലത്തെയാണ് കണ്ടുപിടിക്കുന്നത്. പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചായിരുന്നു. വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ, അല്ലെങ്കിൽ ഏത് ലിക്വിഡാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് ദ്രവമാണോ ഉപയോഗിക്കുന്നത് അതിലെ ഭാരമാണ് എഴുതിയിരിക്കുന്നത്. വായുവിലെ ഭാരം എല്ലാത്തിലും എത്രയാണ്, 1 ന്യൂട്ടൺ ആണ്. 1 ന്യൂട്ടൺ മൈനസ് വാട്ടറിലെ വെയിറ്റ് എത്രയാ, 0.65 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടിയത്. 0.65 ന്യൂട്ടൺ. 1ൽ നിന്ന് 0.65 മൈനസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രീസ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും, 0.35 ന്യൂട്ടൺ കിട്ടി. അടുത്ത് W2 ഏതിലെ വെയിറ്റാ, കെറോസിനിലെ വെയിറ്റ് ആണ്. W2 ഏതിലെ വെയിറ്റ് ആണ്, കെറോസിനിലെ വെയിറ്റ് ആണ്. കെറോസിൻ അല്ലെ മണ്ണെണ്ണ നമുക്ക് എത്ര വെയിറ്റ് കിട്ടിയേ, 0.75 ന്യൂട്ടൺ കിട്ടി. 0.75 ന്യൂട്ടൺ എന്തിൽ നിന്ന് കുറയ്ക്കണം, 1ൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ എത്ര കിട്ടി, 0.25 ന്യൂട്ടൺ. ഇവിടുത്തെ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ മണ്ണെണ്ണയിലെ പ്ലവക്ഷമ ബലം എത്രയാണ്, 0.25 ന്യൂട്ടൺ ആണ്. അടുത്തത് സലൈൻ വാട്ടർ അല്ലെങ്കിൽ ഉപ്പുവെള്ളം. ഉപ്പുവെള്ളത്തിലെ പ്ലവക്ഷമ ബലം നോക്കുക. ഉപ്പുവെള്ളത്തിൽ നമുക്ക് എത്രയായിരുന്നു, സ്റ്റോണിന് അല്ലെങ്കിൽ കല്ലിന് കിട്ടിയ വെയിറ്റ് 0.5 ന്യൂട്ടൺ ആയിരുന്നു. ആ 0.5 ന്യൂട്ടൺ എന്തിൽ നിന്ന് കുറയ്ക്കണം, 1ൽ നിന്ന് കുറയ്ക്കണം. 1ൽ നിന്ന് 0.5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി, 0.5 ന്യൂട്ടൺ കിട്ടി. നോക്കിക്കേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ടാബുലാർ കോളം കൊടുത്തിട്ടുണ്ട്. ഈ എക്സ്പെരിമെന്റിന്റെ തൊട്ട് താഴെ തന്നെ അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ലിക്വിഡ് എന്ന് പറഞ്ഞ് കെറോസിൻ വാട്ടർ, സലൈൻ വാട്ടർ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ഓഫ് സ്റ്റോൺ ഇൻ ലിക്വിഡ്, ഈ സ്റ്റോണിനകത്ത് ഉപയോഗിക്കുന്ന ലിക്വിഡിന്റെ വെയിറ്റ് അതാണ് ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്നത്. ലിക്വിഡിന്റെ വെയിറ്റ് എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു ടാബുലാർ കോളം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ചെയ്ത ഈ കണക്ക് നിങ്ങൾ ഇത് നോക്കി എഴുതിയെടുക്കേണ്ടതാണ്. ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ എഴുതിയെടുക്കേണ്ടതാണ്. ഇതിൽ നിന്ന് ഇത്രയും കാര്യം ശ്രദ്ധിച്ചേ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബയോൺസി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെട്ട ലിക്വിഡ് ഏതാ, മൂന്നാമത്തെ ലിക്വിഡ് അല്ലെ. 0.5 ന്യൂട്ടൺ അല്ലേ ഏറ്റവും വലുത്, 0.25-നേക്കാളും 0.35-നേക്കാളും വലുത് 0.5 അല്ലേ. 0.5 ന്യൂട്ടൺ ആണ് ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെട്ടത്. ആ ലിക്വിഡ് ഏതാ, W3, മൂന്നാമത്തെ ലിക്വിഡ്. ഞാൻ ഇവിടെ മൂന്നാമത്തെ ലിക്വിഡായിട്ട് എടുത്തേക്കുന്ന ഏതാ, സലൈൻ വാട്ടർ അല്ലെങ്കിൽ ഏതാണ് എടുത്തേക്കുന്നത്, ഉപ്പുവെള്ളം അല്ലെ. ഉപ്പുജലമാണ് എടുത്തേക്കുന്നത്. ഉപ്പുവെള്ളത്തിനാണ് ഏറ്റവും കൂടുതൽ എന്തുള്ളത്, ബോയൻസി ഉള്ളത്. ഇനി ഈ 3 ലിക്വിഡിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്നുള്ളത് എത്രയാന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രദ്ധിച്ചേ, ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയാണ് കൊടുത്തിരിക്കുന്നത്. എന്തിന്റെയൊക്കെ, വാട്ടർ ജലത്തിൻ്റെത്, കെറോസിൻ മണ്ണെണ്ണയുടേത്, സലൈൻ വാട്ടർ എന്താണ്, ഉപ്പുവെള്ളത്തിന്റെ. ഈ 3 സാധനങ്ങളുടെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ യൂണിറ്റ് സാന്ദ്രതയുടെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഇതിന്റെ യൂണിറ്റ്, ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയുടെ യൂണിറ്റ്. അത് നിങ്ങളുടെ പുസ്തകത്തിന്റെ സൈഡിൽ തന്നിട്ടുണ്ട്. ആദ്യത്തെ നോക്കിയേ, വാട്ടറിന് 1000 ആണ് ഡെൻസിറ്റി. അടുത്ത നോക്കി കെറോസിൻ അല്ലെങ്കിൽ മണ്ണെണ്ണയ്ക്ക് 810 ആണ് ഡെൻസിറ്റി. അടുത്ത സലൈൻ വാട്ടറിന് 1025 ആണ് ഡെൻസിറ്റി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ഒബ്ജക്ട് ഏതാ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള ലിക്വിഡ് ഏതാ, സലൈൻ വാട്ടർ അല്ലേ, 1025. അതിനാണ് ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ. 1025 ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത ഏറ്റവും കൂടുതൽ ഏതിന്, സലൈൻ വാട്ടർ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിന്. അപ്പം ഉപ്പുവെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലാണ്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ന ഫോഴ്സ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഏതിനാ, ശ്രദ്ധിച്ച് നിങ്ങൾ, ബോയൻസി എന്ന ഫോഴ്സ്. ഞാനിവിടെ 3 ലിക്വിഡിന്റെ കാര്യം നോക്കി, 3 ലിക്വിഡ് നോക്കി, വാട്ടർ, കെറോസിൻ, സലൈൻ വാട്ടർ അല്ലെ, ജലം, മണ്ണെണ്ണ, ഉപ്പുവെള്ളം. ഈ 3 എണ്ണത്തിൽ നമ്മൾ എന്താ നോക്കിയത്, പ്ലവക്ഷമ ബലം നോക്കി. പ്ലവക്ഷമ ബലം നോക്കിയപ്പം ഏതിനായിരുന്നു എനിക്ക് പ്ലവക്ഷമ ബലം ഏറ്റവും കൂടുതൽ കിട്ടിയത്, മൂന്നാമത്തെ ലിക്വിഡിനായിരുന്നു. മൂന്നാമത്തെ ലിക്വിഡ് ഏതാ, സലൈൻ വാട്ടർ അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിനായിരുന്നു. ഉപ്പുവെള്ളത്തിനാണ് പ്ലവക്ഷമ ബലം കൂടുതൽ കിട്ടിയത്. സാന്ദ്രതയുടെ കാര്യം നോക്കി, ഏതിനാ സാന്ദ്രത കൂടുതൽ, ഉപ്പുവെള്ളത്തിനാണ് സാന്ദ്രത കൂടുതൽ. ഇതിൽ നിന്ന് നമുക്ക് എന്താ ഒരു നിഗമനം അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എത്താൻ സാധിച്ചത്, ഡെൻസിറ്റി കൂടിയ ലിക്വിഡ് ഏതാണോ അതിന് തന്നെയായിരുന്നു എന്തും കൂടുതൽ, ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കൂടുതൽ. ഡെൻസിറ്റി കൂടിയ ലിക്വിഡ് ഏതാണോ അതിനായിരുന്നു എന്തും കൂടുതൽ, ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും കൂടുതൽ. ശ്രദ്ധിക്കുക. അപ്പോൾ ഡെൻസിറ്റി
ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായി? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണെന്ന് മനസ്സിലായി. ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് നമുക്ക് മനസ്സിലായി. ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഏതിനായിരുന്നു? സലൈൻ വാട്ടറിലായിരുന്നു. അതുകൊണ്ട് തന്നെ സലൈൻ വാട്ടറിന് പ്ലവക്ഷമ ബലവും കൂടുതലായിരുന്നു. എന്ന് വെച്ചാൽ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്തും കൂടുന്നു? പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സും കൂടുന്നു. ഇതിൽ നിന്ന് നമുക്ക് വരുന്ന കൺക്ലൂഷൻ അതാണ്. ഡെൻസിറ്റി ഈസ് എ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഫോഴ്സ് ബോയൻസി. വെൻ ദ ഡെൻസിറ്റി ഇൻക്രീസസ് the buoyancy also increases. When the density increases, the buoyancy also increases. പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ത്? സാന്ദ്രത എന്നുള്ളത്. സാന്ദ്രത എന്നുള്ളത് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അത് എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാൽ പ്ലവക്ഷമ ബലം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് എന്തും കൂടുന്നു? പ്ലവക്ഷമ ബലവും കൂടുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഒന്നാമത്തെ ഘടകം നമ്മൾ പഠിച്ചു. എന്താണ്? സാന്ദ്രത അല്ലെങ്കിൽ ബോയൻസി. അതെങ്ങനെ സ്വാധീനിക്കുന്നതെന്ന് പഠിച്ചു. ബോയൻസി കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ബോയൻസിയും കൂടുന്നു എന്ന് നമ്മൾ പഠിച്ചു. സാന്ദ്രതയെ കുറിച്ച് പഠിച്ചു. ഇനി അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. കല്ലിന് പ്ലവക്ഷമ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് നമ്മളിപ്പം പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് പുസ്തകത്തിൽ തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന്റെ ഉത്തരം എഴുതാവുന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത്, മാക്സിമം അനുഭവപ്പെട്ടത് ഏത് ദ്രവത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതിനകത്താണ്? ഉപ്പുവെള്ളത്തിലാണ്. അടുത്ത ചോദ്യമുണ്ട്. കല്ലിന് പ്ലവക്ഷമ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെട്ടത് ഏത് ദ്രാവത്തിലാണ്? ഏത് ദ്രാവത്തിലാണ് ഏറ്റവും കുറവ് പ്ലവക്ഷമ ബലം അനുഭവപ്പെട്ടത്? മണ്ണെണ്ണയിലാണ്. ശ്രദ്ധിച്ചേ, മണ്ണെണ്ണയിലല്ലേ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കുറവ്. അപ്പം അത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ആ ദ്രാവത്തിന്റെ സാന്ദ്രത മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതലാണോ കുറവാണോ എന്നുണ്ട്. കുറവാണ്. അത് വെച്ച് നമ്മൾ എന്ത് മനസ്സിലാക്കി? സാന്ദ്രത ഒരു ഘടകമാണെന്ന് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ഇതിൽ നമുക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് കൂടുതലും പരീക്ഷകൾക്ക് വല്ല ചോദിക്കാറുള്ള ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അത് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് പ്രവേശിക്കുന്ന കപ്പൽ ജലത്തിൽ കൂടുതൽ താഴുമോ ഉയരുമോ? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. മനസ്സിലായോ? കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലോട്ട് കടക്കുന്ന കപ്പൽ ജലത്തിൽ കൂടുതൽ താഴുമോ അതോ ഉയരുമോ എന്ന്. ഇംഗ്ലീഷിൽ ആ ചോദ്യം. Does a ship that enters a freshwater lake from the ocean sink more or rise more? Sink more ആണോ റൈസ് മോർ ആണോ? എന്താ? സിങ്ക് ചെയ്യോ, കൂടുതൽ താഴുമോ പൊങ്ങുമോ? ശ്രദ്ധിച്ചേ നിങ്ങളൊന്ന്. കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക്. കടലിലെ വെള്ളത്തിന് എന്താ പ്രത്യേകത? ഉപ്പുവെള്ളമാണ്. ശുദ്ധജല തടാകത്തിലോ ഉപ്പുവെള്ളമാണോ? അല്ല, നല്ല ജലമല്ലേ. അവ തമ്മിലുള്ള സാന്ദ്രതയിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കി. ഒന്ന് ശ്രദ്ധിച്ചേ. ഉപ്പുവെള്ളത്തിന് സാന്ദ്രത കൂടുതലും കടലിലെ വെള്ളത്തിന് സാന്ദ്രത കുറവും. നമ്മൾ എന്താ പഠിച്ചത്? സാന്ദ്രത കൂടുകയാണെങ്കിൽ എന്തും കൂടും? പ്ലവക്ഷമ ബലവും കൂടും. അപ്പം കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ എന്താ ചെയ്യപ്പെടുന്നത്? താന്ന് പോകുമോ ഉയർന്നു പോകുമോ? എന്ത് ചെയ്യും? താന്ന് പോകും. സിങ്ക് മോർ അല്ലേ? കാരണം ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്താണ്? കുറവാണ് ശുദ്ധജലത്തിന്. ഡെൻസിറ്റി കുറവല്ലേ? ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കുറവാകുമ്പോൾ പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സും എന്തായിരിക്കും? കുറവായിരിക്കും. കുറവായതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് താഴോട്ട് താന്നു പോവുകയാണ് ചെയ്യുന്നത്. ശുദ്ധജല തടാകത്തിലോട്ട് കടക്കുന്ന കപ്പല് കൂടുതലും താഴോട്ട് താന്നു പോവുകയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ ഉത്തരം. എന്നിട്ട് അത് സാധൂകരിക്കുക. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമാക്കുക. എന്താണ് വിശദമാക്കേണ്ടത്? ഇത് നമ്മൾ പറയുക, സാന്ദ്രത കുറവായതുകൊണ്ട്, ശുദ്ധജലത്തിന് സാന്ദ്രത കുറവായതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കപ്പൽ കൂടുതലും താന്നു പോകുന്നു. അതാണ് പറയേണ്ടത്. അത് നിങ്ങൾ നോട്ടിൽ എഴുതണം. എഴുതി വിശദമായി എഴുതി പഠിക്കുന്ന ഒരു ചോദ്യമാണ്. ഇമ്പോർട്ടൻറ്റുമാണ്, ചോദിക്കുന്നതുമാണ്. ഇനി അടുത്തത് നമുക്ക് അടുത്ത ഫാക്ടർ പഠിക്കാം. ആദ്യത്തെ ഫാക്ടർ എന്താന്ന് പഠിച്ചു? ഡെൻസിറ്റി ആണെന്ന് പഠിച്ചു. ആദ്യത്തെ ഫാക്ടർ ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന ഫോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടർ ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയാണെന്ന് പഠിച്ചു. നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്താണ് അത് പഠിച്ചത്. അടുത്തതായി നമുക്ക് പ്ലവക്ഷമ ബലത്തെ അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സിനെ സ്വാധീനിക്കുന്ന രണ്ടാമത്തെ ഘടകം പഠിക്കാം. രണ്ടാമത്തെ ഘടകമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പരീക്ഷണം ചെയ്താണ് ഇത് നമ്മൾ നോക്കുന്നത്. ഒരേ ഭാരമുള്ള ഒരു ചെമ്പ് കട്ടയിലും ഇരുമ്പ് കട്ടയിലും ജലം പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം കണക്കാക്കി നോക്കൂ. ഒരേ ഭാരമുള്ള, നിങ്ങളുടെ പുസ്തകത്തിന് സൈഡിൽ രണ്ട് പടം കൊടുത്തിട്ടുണ്ട്, ഇരുമ്പ് കട്ടയും ചെമ്പ് കട്ടയും. ഇതിന്റെ രണ്ടിന്റെയും എന്ത് കണക്കാക്കി നോക്കണം? പ്ലവക്ഷമ ബലം കണക്കാക്കി നോക്കണം.
രണ്ടിന്റെയും കണക്കാക്കി നോക്കി ഓരോന്നിന്റെയും അതിനകത്ത് ഒരു ബോക്സ് നമ്മളിപ്പോ ഇവിടെ ടേബിൾ വരച്ച് ചെയ്തില്ലേ, ടേബിൾ നമ്മൾ ചെയ്തില്ലേ, വെയിറ്റ് എടുത്ത് അതിന്റെ എഴുതിയില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ചെമ്പ് കട്ട, ഇരുമ്പ് കട്ട. എങ്ങനെ കണ്ടുപിടിക്കണം പ്ലവക്ഷമ ബലം? വായുവിലെ ഭാരം കണ്ടുപിടിക്കണം, ജലത്തിലെ ഭാരം കണ്ടുപിടിക്കണം, പ്ലവക്ഷമ ബലം കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ പരീക്ഷണമാണ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കുക. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഇരുമ്പ് കട്ടയ്ക്ക് എന്ത് കൂടുതലായിട്ട് തോന്നും? പ്ലവക്ഷമ ബലം കൂടുതലായി, അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സ് ഏതിന് കൂടുതലായിട്ട് തോന്നും? അയൺ ബ്ലോക്കിന് കൂടുതലായി കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അയൺ ബ്ലോക്കിന് കൂടുതൽ പ്ലവക്ഷമ ബലം കിട്ടുന്നു. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം നോക്കി നമ്മൾ ഈ പരീക്ഷണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ പറഞ്ഞു. എന്താന്ന് പറഞ്ഞു? ഇരുമ്പ് കട്ടയ്ക്കും ചെമ്പ് കട്ടയ്ക്കും എന്താന്ന് പറഞ്ഞു? ഒരേ ഭാരം അല്ലെങ്കിൽ ഒരേ വെയിറ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ അവ തമ്മിലുള്ള വ്യത്യാസം എന്താ? അവയുടെ ആ ഫിഗർ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അവ തമ്മിലുള്ള വ്യാപ്തം അല്ലെങ്കിൽ വോളിയത്തിന് എന്ത് വ്യത്യാസം വരുന്നു? വോളിയത്തിന് വ്യത്യാസം വരുന്നുണ്ട്. ഇരുമ്പ് കട്ടയ്ക്ക് വോളിയം കൂടുതലും ചെമ്പ് കട്ടയ്ക്ക് വോളിയം കുറവുമാണ്. അയൺ ബ്ലോക്കിന് വോളിയം കൂടുതൽ അല്ലെങ്കിൽ വ്യാപ്തം കൂടുതലും കോപ്പർ ബ്ലോക്കിന് വ്യാപ്തം കുറവുമാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? വ്യാപ്തം കൂടിയ ഇരുമ്പ് കട്ടയ്ക്കാണ് എന്ത് കൂടുതൽ? പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സ് കൂടുതൽ ഏതിനാണ്? വ്യാപ്തം കൂടിയ ഇരുമ്പ് കട്ടയ്ക്ക്, വോളിയം കൂടിയ ഇരുമ്പ് കട്ടയ്ക്കാണ്. അപ്പോൾ ഏതാണ് അടുത്ത ഫാക്ടർ? പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി അഫക്ട് ചെയ്യുന്ന അടുത്ത ഫാക്ടർ ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. വോളിയം, വ്യാപ്തം അല്ലെങ്കിൽ വോളിയമാണ് എന്താ അഫക്ട് ചെയ്യുന്ന അടുത്ത ഫാക്ടർ? ഇരുമ്പ് കട്ടയെ അഫക്ട് ചെയ്യുന്ന അടുത്ത ഫാക്ടർ എന്താണ്? ബോയൻസി അഫക്ട് ചെയ്യുന്ന നെക്സ്റ്റ് ഫാക്ടർ എന്താണ്? വോളിയം എന്ന് പറയുന്നത്. കാരണം വ്യാപ്തം കൂടിയാണ്ടാണ് ഇരുമ്പ് കട്ട പൊങ്ങി കിടക്കാൻ കാരണം. ഈ ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ടെക്സ്റ്റിന്റെ സൈഡിൽ ആ ഫിഗർ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും നോക്കണേ. വോളിയം കൂടിയുണ്ട്. ഇനി വോളിയം കൂടുന്നതിനനുസരിച്ച് എന്തും കൂടുന്നു? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും കൂടുന്നു. വോളിയം കൂടുന്നതിനനുസരിച്ച് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും കൂടുന്നു. വ്യാപ്തം കൂടുമ്പോൾ എന്ത് കൂടുന്നു? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം കൂടുന്നു. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. പ്ലവക്ഷമ ബലത്തെ അല്ലെങ്കിൽ ബോയൻസി സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ. ആദ്യത്തെ ഘടകം എന്തായിരുന്നു? ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രതയായിരുന്നു. ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത. ഡെൻസിറ്റി എങ്ങനെ അഫക്ട് ചെയ്യുന്നത്? when density increases the buoyancy also increases എന്ന് വെച്ചാൽ സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് ബോയൻസി അല്ലെങ്കിൽ പ്ലവക്ഷമ ബലവും കൂടുന്നു. അടുത്ത ഫാക്ടർ എന്താ? വോളിയം. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം. വ്യാപ്തം എങ്ങനെ അഫക്ട് ചെയ്യുന്നത്? പ്ലവക്ഷമ ബലത്തെ അല്ലെങ്കിൽ ബോയൻസി. എന്റെ വോളിയം ഇൻക്രീസസ് അല്ലെങ്കിൽ വ്യാപ്തം കൂടുന്നതിനനുസരിച്ച് എന്തും കൂടുന്നു? പ്ലവക്ഷമ ബലവും കൂടുന്നു. അപ്പം നമ്മൾ എന്ത് പഠിച്ചു? ബോയൻസി എഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? ഫ്ലൂയിഡ് എന്താന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ബോയൻസി എന്താന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് എങ്ങനെ അത് മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ എങ്ങനെ അളക്കുന്നതെന്ന് പഠിച്ചു. അത് കഴിഞ്ഞ് അതിനെ അഫക്ട് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സിനെ പഠിച്ചു. ഇത് ഇത്രയാണ് ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ നന്നായിട്ട് പഠിക്കാനുള്ള ഭാഗം. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു റൂളാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്നാണ് ആ റൂൾ അല്ലെങ്കിൽ ആ നിയമത്തിന്റെ പേര്. അത് നമുക്ക് എങ്ങനെ പഠിക്കേണ്ടത്? ഒരു പരീക്ഷണം വഴിയാണ് ആ നിയമം പഠിക്കേണ്ടത്. ഒരു കല്ലും ഇരുമ്പുകട്ടയും എടുത്ത് അവയ്ക്ക് ജലത്തിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം കണ്ടെത്തണം. ഒരു കല്ലും എടുക്കണം, ഇരുമ്പുകട്ടയും എടുക്കണം. ഇവയ്ക്ക് ഈ ജലത്തിൽ ആദ്യം നമുക്ക് അതിനുവേണ്ടി ഒരു ബീക്കറിൽ ജലം എടുക്കണം. ജലം എടുത്തിട്ട് സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ചാണ് ആ ജലത്തിൽ അത് മുക്കുമ്പോൾ അതിന്റെ വെയിറ്റ് ഇവിടെ രേഖപ്പെടുത്താം. നമുക്ക് ഈ സ്പ്രിംഗ് ബാലൻസിൽ നിന്ന് റീഡിങ് എടുക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിന്റെ സൈഡിൽ ആ പടം കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. എന്നിട്ട് ആ ബീക്കറിൽ നിന്ന് തന്നെ ചെറിയൊരു പൈപ്പ് വെച്ച് വേറൊരു പാത്രത്തിലോട്ട് വെള്ളം പോകാൻ വേണ്ടി വേറൊരു പാത്രം, അതിൽ നിന്ന് പോകുന്ന ജലം കളക്ട് ചെയ്യാൻ വേണ്ടി വേറൊരു ബീക്കർ വെച്ചിട്ടുണ്ട്. ചെറിയൊരു പൈപ്പ് ഉപയോഗിച്ചാണ് ആ ബീക്കർ വെച്ചേക്കുന്നത്. അപ്പം ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഈ സ്പ്രിംഗ് ബാലൻസിൽ വെയിറ്റ് ഉള്ള വസ്തു നമ്മൾ തൂക്കിയിടുമ്പോഴത്തേക്ക് കുറച്ച് ജലം നമ്മൾ നിറച്ച് ആ പൈപ്പിന്റെ ലെവലിനേക്കാളും മുകളിലായിരുന്നു വെള്ളം ഇരുന്നത്. നമ്മളപ്പം ഈ കല്ല് മുക്കിയപ്പോഴത്തേക്ക് ഓവർഫ്ലോ ആയി, കുറച്ച് വെള്ളം ഓവർഫ്ലോ ആയി എങ്ങോട്ട് വീഴുന്നുണ്ട്? ആ നമ്മൾ വേറൊരു പൈപ്പ് വെച്ചേക്കുന്ന ആ പൈപ്പിൽ കൂടെ ഈ ബീക്കറിലോട്ട് വീഴുന്നുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബക്കറ്റ് നിറച്ച് ജലം ഇരിക്കുകയാണ്, നിങ്ങൾ കൊണ്ടുവന്ന് അതിനകത്തോട്ടൊരു കപ്പ് ഇടുകയാണ്. എന്താണേലും ആ കപ്പ് എന്ന് വീഴുമ്പോൾ കുറച്ച് ജലം പുറത്തോട്ട് പോകത്തില്ലേ? അത് തന്നെയാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് ബീക്കറിനകത്ത് കൊടുത്തു, സൈഡിൽ പൈപ്പ് വഴി വേറൊരു ബീക്കറിലോട്ട് ആ ജലം കളക്ട് ചെയ്യുന്നു എന്ന് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു വസ്തു കല്ല് ഉപയോഗിച്ച് അതിന്റെ വെയിറ്റ് നോക്കുന്നു. ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ആർക്കിമിഡീസിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ദ്രാവകം ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് മനസ്സിലായത്. ഇതാണ് ആർക്കിമിഡീസ് തത്വം. ആർക്കിമിഡീസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചാണ്. അദ്ദേഹം പറഞ്ഞ തത്വം എന്താണ്? നമ്മളൊരു വസ്തു
പ്ലവക്ഷമ ബലം. ഒരു ദ്രാവകത്തിലോട്ട് ഒരു വസ്തു വെച്ചു. ഞാനൊരു ഈ ദ്രാവകത്തിലോട്ട് ഈ ലിക്വിഡിനകത്തോട്ട് ഒരു കല്ല് വെച്ചു. കല്ല് വെച്ചപ്പോൾ ആ കല്ലിലോട്ട് എന്ത് അനുഭവപ്പെട്ടു? പ്ലവക്ഷമ ബലം അനുഭവപ്പെട്ടു. ആ അനുഭവപ്പെട്ട പ്ലവക്ഷമ ബലത്തിന്റെ ഫലമായി അതിൽ നിന്ന് കുറച്ച് ഭാഗം വെള്ളം പുറത്തോട്ട് പോയില്ലേ? ആ പുറത്തോട്ട് പോയ വെള്ളമല്ലേ നമ്മളൊരു ബീക്കറിൽ എടുത്തു വെച്ചിരിക്കുന്നത്, ബീക്കറിലോട്ട് നമ്മൾ എടുത്തത്. ആ പുറത്തോട്ട് പോയ ജലത്തിന്റെ അളവും ഇവിടെ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ, ഒരു വസ്തു ഭാഗികമായി മുങ്ങിയിരിക്കാം പൂർണ്ണമായിട്ട് മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം, അതിൽ അനുഭവപ്പെടുന്ന ബോയൻസി എന്ന് പറയുന്ന ഫോഴ്സ് വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. എന്ന് വെച്ചാൽ വസ്തു പുറത്തോട്ട് കളഞ്ഞില്ലേ? കുറച്ച് വെള്ളം നമ്മൾ ഒരു ബക്കറ്റിൽ നിറച്ച് വെള്ളം എടുത്തപ്പം കപ്പ് കൊണ്ടിട്ടപ്പോൾ കുറച്ച് വെള്ളം പുറത്തോട്ട് പോയി. ആ പുറത്തോട്ട് പോയ വെള്ളത്തിന്റെ വെയിറ്റിന് തുല്യമായിരിക്കും അവിടെ ആ വസ്തുവിന് കൊടുക്കുന്ന പ്ലവക്ഷമ ബലം എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷാണ് ഇനിയുള്ളത്. when an object is immersed partially or completely in a fluid, ഒരു ഒബ്ജക്റ്റ് പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആയിട്ട് ഒരു ഫ്ലൂയിഡിനകത്തോട്ട് ഇമേഴ്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ the buoyancy experienced by it will be equal to the weight of the fluid displaced by it. അതിൽ നിന്ന് ആ ഫ്ലൂയിഡ് എന്തോരം ഫ്ലൂയിഡാണ് പുറത്തോട്ട് പോയത് ആ ഫ്ലൂയിഡിന് ഈക്വൽ ആയിരിക്കും നമ്മളിട്ട വസ്തുവിന്റെ വെയിറ്റ്, ആ വസ്തുവിന് കൊടുക്കുന്ന പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയൻസി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ഒബ്ജക്റ്റ് ഒരു ലിക്വിഡിനകത്തോട്ട്, ലിക്വിഡ് ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു പാത്രത്തിലോട്ട് ഒരു ഒബ്ജക്റ്റ് നമ്മൾ കൊണ്ടിടുക. ഒബ്ജക്റ്റ് കൊണ്ടിടുമ്പോഴത്തേക്ക് കുറച്ച് വാട്ടർ പുറത്തോട്ട് പോകും. ഫില്ലായിരുന്നുകൊണ്ട് കുറച്ച് വാട്ടർ പുറത്തോട്ട് പോകും. ആ പുറത്തോട്ട് പോകുന്ന വാട്ടറിന്റെ അളവ് നമ്മൾക്ക് കൊടുക്കുന്ന ആ ഇട്ട ഒബ്ജക്റ്റിന് കൊടുക്കുന്ന ഇത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഒബ്ജക്റ്റ് ഈസ് ഇമേഴ്സ്ഡ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ഇൻ എ ഫ്ലൂയിഡ്. ഒബ്ജക്റ്റ് മുഴുവനായി മുങ്ങിയിരിക്കാം, പകുതി ഭാഗമായി മുങ്ങിയിരിക്കാം. ദ ബോയൻസി എക്സ്പീരിയൻസ് ബൈ ഇറ്റ് വിൽ ബി, ആ ഒബ്ജക്റ്റിലോട്ട് എന്ത് അനുഭവപ്പെടുന്നുണ്ടായിരിക്കും? ഒരു ബോയൻസി അല്ലെങ്കിൽ ഒരു പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നുണ്ടായിരിക്കും. ഈ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം എന്തിന് ഈക്വൽ ആണ്? ഈക്വൽ ടു ദ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ്. ഈ ഒബ്ജക്റ്റ് അതിനകത്തോട്ട് ചെന്ന് വീണപ്പോൾ അവിടെ നിന്ന് പുറത്തോട്ട് പോയ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ലിക്വിഡിന്റെ ഭാരത്തിന്, വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഇതാണ് ആർക്കിമിഡീസ് തത്വം. എല്ലാവർക്കും മനസ്സിലായെന്ന് വെച്ചിരിക്കുന്നു. ടെക്സ്റ്റിൽ നിങ്ങളുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ഒരു ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് അത് വായിച്ചു നോക്കണം. അത് വായിച്ചു നോക്കി സൈഡിൽ ഫിഗറും കൊടുത്തിട്ടുണ്ട് എക്സ്പെരിമെന്റിൽ. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇതാണ് ആർക്കിമിഡീസ് തത്വം. ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കേണ്ടതാണ്. ഇത് വെച്ച് ചോദ്യങ്ങൾ വരാറുള്ളതുമാണ്. അതുകൊണ്ട് ആർക്കിമിഡീസ് തത്വം നന്നായി പഠിക്കുക.